കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാനേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണം നാണം നാണലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. ഓ യാ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ, എൻ്റെ ലോകനാർക്കാവിലമ്മേ, എൻ്റെ പേരക്കുട്ടിയെ കാത്തോളണമേ. മകളെ, വിജയിച്ചു വാ മകളെ. ചായ കുടിച്ചോണ്ട് എഴുത്, അപ്പൊ ഒന്നുകൂടെ ഉണർവ് കിട്ടും. വേണ്ട മോനല്ലേ, അത്രയും സമയം കൂടെ പോകത്തില്ല. എന്നാ പിന്നെ ഇത് കുടിച്ചോണ്ട് എഴുത്. ഒന്ന് പറഞ്ഞുകൂടി മോനവല്ലി, സാഹിത്യ വിരോധികൾ ഇങ്ങനെ പലതും ചോദിക്കും. അമ്മ പേപ്പർ കണ്ടില്ലായിരുന്നോ? എന്തുവാ? നോവൽ എഴുത്ത് മത്സരം. അതായത് 1 മാസം കൊണ്ട് 5 ലക്ഷം വാക്ക് വരുന്ന നോവൽ എഴുതണം. ലോകോത്തര ലെവലിൽ നടക്കുന്ന മത്സരമാ. ഓൺലൈനിൽ അർജുനേട്ടനും രജിസ്റ്റർ ചെയ്തായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാ കേട്ടോ. ഇതിനാ പറയുന്നത്, ഏതൊരാളിന്റെ വിജയത്തിന് പുറകിൽ ഒരു പെണ്ണുണ്ടാവുന്നു. അപ്പൊ 1 മാസം ഇവൻ ഇനി ഇവിടുന്ന് എഴുന്നേക്കത്തില്ല. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എഴുന്നേക്കും. വേണ്ട, അതും ഇവിടെ തന്നെ ആയിക്കോട്ടെ. എന്താ നോവലിന്റെ വിഷയം? അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, അങ്ങനെ അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുക. 1 മാസം കൊണ്ട് 5 ലക്ഷം വാക്കൊക്കെ എഴുതാൻ പറ്റുമോ? എന്റെ മോനവല്ലി, അമ്മയെ പിടിച്ച് അകത്തോട്ടങ്ങനെ കൊണ്ടിരുന്നത്. ഇങ്ങനെ ചോദ്യം ചോദിച്ചെന്നെ നിരാശപ്പെടുത്തരുത്. എന്റെ പൊന്നമ്മ, ഒന്ന് പോയി തരാമോ? ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും എഴുതി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഒന്ന് രക്ഷപ്പെടട്ടെ. എടാ, നീ ജോലിക്കോ പോകുന്നില്ല, ആ നേരം കൊണ്ട് പറമ്പിലിറങ്ങി കളിച്ചാലേ വല്ല ഗുണമെങ്കിലും കിട്ടും. എന്റെ ആരാന്റെ പറമ്പിൽ കളിച്ചെന്ന് പറഞ്ഞ് നമുക്ക് എന്തോ ഉപയോഗം കിട്ടാനാ? അല്ല, ഈ സാഹിത്യകാരന്മാരുടെ അത്രയും വെയിറ്റ് കിട്ടും ഈ തൂമ്പ പണിക്കാർക്ക്? അല്ല, ഈ സാഹിത്യകാരന് 5 ലക്ഷം വാക്കെഴുതിയ എന്തോ കിട്ടും. സർട്ടിഫിക്കറ്റ്. എന്തോ സർട്ടിഫിക്കറ്റ്? അതെന്തോനാ? ഭിത്തി തൂക്കം. അമ്മ, ഇതൊരു ലോക നിലവാരമുള്ള മത്സരം, അമ്മ ഇത് മനസ്സിലാക്കണം. ഓ, അവന്റെ ഒരു നിന്റെ നിലവാരമൊക്കെ എനിക്കറിയാവിടാ. എടാ, ഒരു പട്ടിയുടെ നിലവാരം ഉണ്ടോ? എന്താ പറഞ്ഞാല് രണ്ടും കൂടെ ഇറങ്ങിയിരിക്കുന്നു ഭൂമിക്ക് ഭാരമായിട്ട്. ഞാനിതൊന്ന് എഴുതി തീർത്തോട്ടെ, ചിലപ്പോ ഇതായിരിക്കും നമ്മുടെ ഭാവി മാറ്റി മറിക്കുന്നത്. എന്റെ പൊന്നു മക്കളെ, ഒന്നും പറയണ്ട. നിങ്ങളെങ്കിലും ഇവരെ പോലെ ആവല്ലേ? കൊന്നാലും ആവത്തില്ല. ഏത് കാര്യത്തിനാണേലും മക്കളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം, അല്ലാതെ വല്ലവരെ ആശ്രയിച്ച് ജീവിക്കരുത്. ഓഹോ, അമ്മ ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ എന്റെ കണക്ക് പറയാണല്ലേ? അതെ. എന്ന് വെച്ച് ഞങ്ങൾ പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല. രണ്ടിനും ഒരു ഉളുപ്പില്ലെന്ന് എനിക്കറിയാം. എന്തിനാ ഉളുപ്പ്? ജോലി ചെയ്തത് ഇങ്ങോട്ട് ഇവിടെ ഇരിക്കാമല്ലോ. എവിടെങ്കിലും പോവാൻ തുടങ്ങി 2 പേരും കൂടി തുടങ്ങും. അപ്പൊ എന്നെ സന്തോഷത്തോടു കൂടി ഒന്ന് പറഞ്ഞു വിട്. സന്തോഷത്തോടെ പറഞ്ഞുവിടാ. നീ എന്തോടെ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞു പോവാണോ? അല്ല, അതിന് നീ എവിടെ പോകുന്നു? എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പാല് കാച്ചാന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം മറന്നോ? അയ്യോ, ഞാനതൊന്നും മറന്നു. ഡാഡി ഒരു സാഹിത്യകാരനായിപ്പോയില്ലേ? സാഹിത്യകാരന്മാരും വീട്ടിലെ കാര്യം ഓർക്കത്തില്ല. ഞാൻ ഇറങ്ങട്ടെ അച്ഛമ്മേ. ഒറ്റയ്ക്കാന്നോടി പോന്നെ? അല്ല, എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. എന്ന് നീ ഒറ്റയ്ക്ക് പുറത്ത് പോയാൽ അന്നൊക്കെ കീറ്റിക്കൊണ്ടാ തിരിച്ചു കയറി വരുന്നത്. ഇതേണ്ട, ഏതെങ്കിലും പൂവാലൻ എന്തെങ്കിലും നിന്റെ അടുക്കൽ പറഞ്ഞാല് ചേരി പൂരി അവന്റെ കരണത്തിട്ടൊന്ന് കൊടുക്കണം, കേട്ടോ? എന്നിട്ട് കൃഷ്ണമക്കീലിന്റെ ഭാര്യ മായാവതി അമ്മയുടെ ചെറുമകളോടാണോടാ നിന്റെ കളി എന്ന് ചോദിക്കണം, കേട്ടല്ലോ? ഓക്കെ അച്ഛമ്മേ. മമ്മി ടാറ്റ.
എഴുതട്ടെ അമ്മ എഴുതട്ടെ എവിടെ വരെ പോവെന്ന് അറിയാലോ എഴുതിക്കോ. എനിക്കിത് കാണുമ്പോ ഒന്ന് കാലേന്ന് അമ്മ കാണണ്ട അമ്മ കാണണ്ട അമ്മ തിരിഞ്ഞു നിന്നു കാണണ്ട. നല്ല ഡ്രസ്സാട്ടോ. നമ്മളെത്ര ലേറ്റ് ആവോ? എങ്ങോട്ടാ രണ്ടുപേരും? അതെന്തിനാ ഇപ്പൊ നിങ്ങൾ അറിയുന്നേ? അല്ല നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇയാള് വരുമോ? പോകേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോയില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും എത്തുക. അല്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണോ അതോ നിങ്ങളെ കൂടെ വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഉള്ള ആള് കൊള്ളാലോ. കുറച്ച് അഹങ്കാരിയാ, നാക്ക് കൂടുതലാ. എന്താ ചെയ്യണ്ടേ? എന്റെ അച്ഛമ്മ എന്റെ റോൾ മോഡല്. അവരിനി ഈ ഏരിയയിലെങ്ങും വരില്ല. വാ, അവന്റെ ഒരു ബൈക്ക്. എത്ര വാക്കായി കാണും? എണ്ണയില്ല മോനോലി. ഇനിയിപ്പോൾ ബാക്കി രാത്രി എഴുതാം. എനിക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കണം, കൈ കിഴക്കുന്നു. കൊല്ലിഞ്ഞാലോ ഇതിൽ ഒന്നാമതെത്തുന്ന ഞാൻ അമ്മ വെല്ലു വിളിച്ചിരിക്കുക. എന്നാ ഇച്ചിരി നീയും കൂടെ എഴുത്. അയ്യോ അത് പറ്റത്തില്ല. ഒരാളെ എഴുതാൻ പാടുള്ള നിയമമില്ലേ? അങ്ങനൊന്നുമില്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. എനിക്കങ്ങനെ അറിയാം. കാര്യം പറ. പറയാന്ന്. അച്ഛമ്മേ, എന്തുവാടാ? എന്താ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഏ? വെറും 2 മണിക്കൂറിനുള്ളിൽ വാട്സാപ്പിൽ ഈ വീഡിയോ അങ്ങ് ഹിറ്റായി. എന്തുവാ കാര്യം? കണ്ടു നോക്ക്. ഒന്ന് കാണു. അയ്യോ, ഇത് നമ്മുടെ മീനാക്ഷി അല്ലയോ? അതേ ഒന്ന് മുഴുവൻ കണ്ടു നോക്ക്. കണ്ടോ, പെൺപിള്ളാരായ ഇങ്ങനെ ഇരിക്കണം. ചുമ്മാതല്ല, അവൾ എന്റെ കൊച്ചുമോളാ. പണ്ട് എന്റെ പുറകെ ഇതുപോലെ എത്ര പൂവാഴന്മാര് നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? എല്ലാം അവന്റെ പള്ളി എന്നെ അടിച്ചു പിടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കടാ. അതുകൊണ്ട് എന്താ ആരും അറിഞ്ഞില്ല. എന്താ മോനോലി, സന്തോഷിക്ക്. നമ്മുടെ മോടെ പെർഫോമൻസ് കണ്ടില്ലയോ? അതിനവൾ എന്നെ പോലല്ലോ, അവളുടെ അച്ഛമ്മയെ പോലല്ലേ. ഓ, അതുകൊണ്ട് അവളെ രക്ഷപ്പെട്ടു. ഞാനും ഡാഡിയെ പോലെ ആവാതെ കൃഷ്ണൻ വക്കീൽ അച്ചാച്ചനെ പോലെ ആയാ മതിയായിരുന്നു. അച്ഛമ്മേ, എന്റെ പൊന്നുമോള് വന്നോ? നിന്നെ കാണുമ്പോ എനിക്ക് അഭിമാനമാ തോന്നുന്നത്. എന്റെ പൊന്നുമോളെ, നിന്നെ ഞാൻ എന്തുവാ വിളിക്കേണ്ടത്? കൊച്ചുമായാവതി തന്നെ അങ്ങ് വിളിച്ചോ. വിളിക്കും. വിവരമല്ലേ ഇവിടെ അറിഞ്ഞല്ലേ? പിന്നെ വാട്സപ്പ് വഴി ഇത് തന്നെയല്ലേ? ആ, പാലുകാച്ചൽ ചടങ്ങിന് ഞാനായിരുന്നു ഇന്നത്തെ താരം. എല്ലാരും എന്നെ വന്ന് അഭിനന്ദിച്ചു. അച്ഛമ്മയെ അന്വേഷിച്ചു എല്ലാരും. ഈ കൊച്ചാനെ പ്രസവിച്ചിട്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. അവന്റെ മോളെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായി. മീനാക്ഷിക്ക് ഒരു കൈ കൊടുക്കും മമ്മി. കൈ കൊടുക്കേണ്ട ആള് കൈ കൊടുക്കാൻ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തല്ലോ, അത് മതി. ഞാൻ കൈ കൊടുക്കും, കെട്ടിപ്പിടിക്കും, എല്ലാം ചെയ്യും. മോക്ക് എന്തുവാ വേണ്ടേ? അച്ഛമ്മ ഉണ്ടാക്കി തരാം. പായസം വേണോ? എനിക്കും. എനിക്കൂടെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അർജുനേട്ടാ. അയ്യോ
പായസം നമുക്കും തരും. എന്താ കാര്യം? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് അമ്മ പറഞ്ഞ കേട്ടില്ലേ? ഓ, അമ്മ ഷൈൻ ചെയ്തു. കരയല്ലേ മോനവല്ലി, ഞാൻ ഈ നോവലൊന്ന് എഴുതി തീർത്തോട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അമ്മേ, അമ്മച്ചി, അമ്മേ. നീ എഴുതാ, ഞാൻ വിളിച്ചില്ല പിച്ചക്കാരനാണ്. എല്ലാരും അയ്യോ, കമലാസന അർജുനേട്ടൻ എഴുതി കഴിഞ്ഞില്ല, അതിനുശേഷം മതി ഈ ബൊക്കെയൊക്കെ. എഴുതി കഴിഞ്ഞില്ലെന്നോ? എന്നാ എഴുതി കഴിഞ്ഞില്ല? അർജുനേട്ടൻ നോവൽ എഴുതുമല്ലേ? അപ്പൊ ഈ നാട്ടുകാരെ കവിത എഴുതുന്ന കൊല്ലുന്ന നിർത്തിയിട്ട് ഇപ്പൊ നോവലാക്കിയോ? നീ പോടാ. കുട്ടിയെ വിളിക്ക്. ഏത് കുട്ടി? മീനാക്ഷി, മോളു, മീനു. എന്താടാ ഇങ്ങോട്ട് പോകുന്ന? വന്ന കാര്യം പറയാൻ പോവുകയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായ സ്ത്രീ സമൂഹത്തിന്റെ വീര പോരാളിയായ മീനാക്ഷി മോളെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മോളൊരു പൊടിക്ക് മുമ്പോട്ട് കയറി. അമ്മയല്ല, മോളൊന്ന് പൊടിക്ക് മുമ്പോട്ട് കയറി കൊടുക്കട്ടെ. ഇതിനൊക്കെ പ്രചോദനമായ അച്ചമ്മയ്ക്ക് ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനം. പ്രായമായ അമ്മമാരെല്ലാം ടി വിക്ക് മുന്നിലാണെന്നും തന്റെ കൊച്ചുമക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്നും ഒക്കെ ആരാണ് പറഞ്ഞത്? മായാവതി അമ്മയെ കണ്ടുപിടിക്കണം ഈ ലോകം. തന്നെ പോലെ തന്നെ തന്റെ ചെറുമകളെയും വീരസൂര്യ പരാക്രമണിയായി രംഗത്തേക്ക് ഇറക്കിയില്ലേ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. മായാവതി അമ്മയുടെ കയ്യിലെ ചൂടറിഞ്ഞ പലരും ചെറുമകളുടെ കയ്യിലെ ചൂടറിയാൻ പോവുകയാണ്. പൂവാലന്മാരെ ജാഗ്രത, ജാഗ്രത പറയൂ. കവലപ്രസംഗം ഗേറ്റിന്റെ വെളിയിൽ പോയി നടത്തും, ഇവിടെ വേണ്ട. ഇതൊക്കെ കാണുമ്പോ ചെറിയ കുഞ്ഞം കാണും. കുഞ്ഞം സ്വന്തം മോളോട് അസൂയാണോ നിങ്ങൾക്ക്? അതങ്ങനെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത മോള് ചെയ്യുന്ന കാണുമ്പോ ഏതൊരമ്മയ്ക്കോ അസൂയ ഉണ്ടാവും. ഇതുകൊണ്ട് മാത്രം തീരുന്നതല്ല ഞങ്ങളുടെ സ്നേഹം. വേണ്ടി വന്നാൽ ഇതിലും വലിയൊരു സ്വീകരണം ഞങ്ങൾ അറേഞ്ച് ചെയ്യും. പറ്റുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഒരു അവാർഡ് മാറ്റി തരും. മോക്ക് മാത്രമല്ല, മായാവതി അമ്മയ്ക്ക് 17, 18, 19 ഒക്കെ അമ്മ ഫ്രീ ആണോ? ഫ്രീ ആണ്. പിള്ളേരുമായിട്ട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ ഇവിടെ ഇരിക്കും. അവാർഡ് തരുന്ന ഡേറ്റ് ഞങ്ങൾ വിളിച്ചറിയിക്കാം. സ്വീകരണത്തിന് പെൺകുട്ടികളെ ഒക്കെ വിളിക്കണം. എനിക്ക് അവർക്കൊരു ക്ലാസ് എടുക്കണം. അത്യാവശ്യ ഘടകമാണ്. എന്നാ പിന്നെ നിങ്ങൾ ചായ കുടിക്കാൻ നിർബന്ധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പോകാം അല്ലേ? ശരി എന്നാ. മീനാക്ഷി വിളിക്ക്, മീനാക്ഷി വിളിക്ക്, മീനാക്ഷി വിളിക്ക്. നിങ്ങൾ രണ്ടുപേരും അങ്ങ് ഫേമസ് ആയി പോയല്ലോ. എല്ലാത്തിനും കാരണം അച്ഛമ്മ. താങ്ക്സ് അച്ഛമ്മ. അർജുനേട്ടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അർജുനേട്ടാ. കഴിവുള്ള മകളുടെ കഴിവുകെട്ട അമ്മയായിട്ട് ഞാൻ അർജുനേട്ടാ. ഇപ്പൊ എല്ലാരും അമ്മയെ പോഴ്ത്തുന്ന സ്ഥാനത്ത് എന്നെ പോഴ്ത്തിയിരുന്നെങ്കിലോ? മോഹനവല്ലിയുടെ മകൾ മോഹനവല്ലിയെ പോലെ തന്നെ മിടുക്കിയ. ഇതിപ്പോ ക്രെഡിറ്റ് മുഴുവൻ അമ്മയ്ക്ക് നൊന്ത് പ്രസവിക്കാൻ ഞാനും. എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്. ഈ മേലാതിരിക്കേണ്ട സമയത്ത് വല്ല ആവശ്യമുണ്ടോ ഇതിൻ്റെയൊക്കെ? ഇവിടെ പനി നാളെ അങ്ങ് മാറും. പക്ഷെ ഫേമസ് അങ്ങനെയല്ല, ജീവിതകാലം മൊത്തം നിൽക്കേണ്ടതാ. ഈശ്വര, ഒരുത്തരും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അതിന് തിരക്കുള്ള വഴി പോയി നിൽക്കണം. ഇടത്തോണ്ടി കയറി എന്നാലല്ല. അവൻ അടുത്ത് വരുമ്പോൾ നോക്കി അന്നേരം ഇടിച്ചോണം. നോക്കുന്നില്ല. ചൂള പഠിച്ച് വിളി, ചൂള പഠിച്ച് വിളി. എന്ത്
അല്ല ഇപ്പൊ എന്നെ വിളിച്ചില്ലേ? ആര് വിളിച്ചു? ഷൂളടിച്ച് ഇപ്പൊ വിളിച്ചല്ലോ. ഓഹോ, താൻ എന്നെ ഷൂൾ അടിച്ച് വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഷൂൾ അടിച്ച് വിളിച്ചെന്നോ? എന്തേലും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് അടിച്ചോ? എന്തേലും പറയാൻ? തനിക്കോ ഇല്ലല്ലോ വീട്ടില് അമ്മ പെങ്ങന്മാരും. അയ്യോ, ഹലോ, അയ്യോ കമലാസൻ, അയാൾ മരിച്ചെന്ന് തോന്നുന്നു. മരിച്ചു പോകാൻ സാധ്യയില്ല. താൻ തലയടിച്ചില്ല താഴെ വീണത്, ബോധം പോയതായിരിക്കും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഇത് പ്രശ്നമാവുന്നു. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ, വേറെ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഇന്ന് തന്നെ യൂട്യൂബിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യല്ലേ, പിന്നെ മൊത്തത്തിൽ ഞാൻ പരത്തി വിടുവല്ലേ സംഭവം. ഫേമസ് ആകും. അമ്മയുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ അവിടെ പോയിരിക്കും, അപ്പോഴത്തേക്ക് നീ ആൾക്കാരെയൊക്കെ കൂട്ടി വരണം സ്വീകരിക്കാൻ. പിന്നെ സ്വീകരണത്തിനുള്ള ആളുമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിരിക്കും. ബൊക്കെ മറക്കണ്ട. ബൊക്കെ എല്ലാം കൊണ്ടുവരാം. മാല. അയ്യോ, മാല ആകുമ്പോൾ കാശ് കൂടും. മാല വേണ്ട, ബൊക്കെ മാത്രം മതി. നമുക്ക് പോയാലോ? വിട്ടുപോകാൻ പറ്റേ? അത് ഞാൻ ഒന്നുകൂടെ കറക്റ്റ് എടുത്തോളാം. ഞാനേ ഒന്ന് ഫേമസ് ആവാൻ പോയതാ. ഞാനൊരുത്തിനെ അടിച്ചു വീഴ്ത്തി. പൂവാലനെ? പൂവാലൻ? ഒറിജിനൽ പൂവാലൻ അല്ല, ഒന്നാം തരം പൂവാലൻ. അവൻ ബോധം കെട്ടു. നമ്മുടെ കമലാസനെ അത് വീഡിയോയിൽ പകർത്തി ഇപ്പൊ നെറ്റിലിട്ട് കാണും, എല്ലാരും കണ്ടു കാണും. ചവിട്ടിയില്ല, അതിന് മുമ്പ് അവൻ ബോധം കെട്ടു. അയ്യോ, പിന്നെയും ബൊക്കെ കിട്ടിയോ? ഇന്നലെ കിട്ടിയതാ. അച്ഛമ്മ ഇതുവരെ താഴെ വെച്ചിട്ടില്ല. താഴെ വെക്കണ്ട, അതൊക്കെ ഇപ്പൊ വാടും. ഇനി ബൊക്കെ മാലയൊക്കെ ആയിട്ട് ഈ മോഹനവല്ലി ആയിരിക്കും വിലസുന്ന. എന്ത് ഞാനും ധൈര്യശാലിയാണെന്ന് തെളിയിച്ചു. എന്റെ പെർഫോമൻസും യൂട്യൂബിൽ തരംഗമാകാൻ പോവാ. എങ്ങനെ? നിന്റെ പെർഫോമൻസ് നെറ്റിൽ തരംഗമായില്ലേ, അതുപോലെ എന്റെയും ആവുമെന്നാ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും മന്ദബുദ്ധികളായ ഭാര്യയും ഭർത്താവും എന്നായിരിക്കും തരംഗമാവാൻ പോകുന്നത്. നമുക്ക് കാണാം. കുറച്ച് കഴിയുമ്പോ ഞാൻ ആരാണെന്ന് ഈ ലോകം മൊത്തം അറിയും. അപ്പൊ സംസാരിക്കാം നമുക്ക്. കമലാസൻ പോലീസ്. ഹായ് കമലാസൻ, എനിക്ക് സ്വീകരണം തരാനുള്ള വരവാ. വെറും സ്വീകരണമല്ല, പോലീസുകാരുടെ സ്വീകരണം. അയ്യോ, പറഞ്ഞ സാർ, നമസ്കാരം. ഒരു കുടുംബം മുഴുവനും നാടിന് അഭിമാനമാവുന്ന ഇത് രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യത്തെ ഒന്ന് നമ്മുടെ നെഹ്റുവിന്റെ കുടുംബം, രണ്ടാമത്തത് മായാവതി അമ്മയുടെ ഈ കുടുംബം. അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഒരു ആശുപത്രി പോയ രോഗിയെ അവിടെ കുനിച്ചിരുത്തി ഇടിച്ച് താഴെ ഇട്ടായിരുന്നു. അയാളെ ആശുപത്രിയില്ല. അല്ല, എന്തായാലും അയാൾ ഹോസ്പിറ്റലിലേക്ക് പോവായിരുന്നില്ല സാറേ. ഞങ്ങൾ ഒരു നിമിത്തമായി അവിടെ എത്തിയില്ലേ ഇപ്പൊ അങ്ങേര്. ഈ കുട്ടിയും അമ്മയും ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്തത് അത് ഇത്തിരി കൂടിപ്പോയി. നടക്ക് സ്റ്റേഷനിലേക്ക്. സാറേ, ഒരു നിമിഷം. കണ്ണാ, ഈ രംഗം ഒന്ന് മൊബൈലിൽ പിടിച്ചേടാ. ഈ സമൂഹത്തിൽ സ്ത്രീ എന്ത് നന്മ ചെയ്താലും അതിന്റെ മഹത്വം കളയുന്നത് വേറൊരു സ്ത്രീയാ. സാർ കൊണ്ടുപോയാണ്. കുറച്ചു നേരം സ്റ്റേഷനിൽ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഇറക്കിക്കോളാം. ചെല്ല് ചെല്ല് ചെല്ല്. നീ കഥ എഴുതി കഴിഞ്ഞോടാ? ഇല്ലെങ്കിൽ ഇതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തോ, ഈ നാറിയ സംഭവം.